ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ഒരു ഫേസ് ക്രീമാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 ഉരുളൻകിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഉരുളൻകിഴങ്ങ് ഇനി ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ചീകി എടുത്തുകൊണ്ട് വരാം. അപ്പം ഇതുപോലെയാണ് ഇത് ചീകി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഞെരടി കൊടുക്കുക. കാരണം ഉരുളൻകിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു നീരെല്ലാം നമുക്ക് നല്ലതുപോലെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കേണ്ടത്. അപ്പോൾ ഇവയെല്ലാം ഞെരടി കൊടുത്തതിന് ശേഷം പിന്നീട് ഇനി നമുക്ക് ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ ഇതേ രീതിയിലാണ് നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ടത്. ഇപ്പൊ ആ ഒരു നീരെല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുന്ന ഈ നീരിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് ആ ഒരു കപ്പിന്റെ ഫുള്ളായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു വെക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് അനക്കാതെ വെക്കുക. അങ്ങനെ അനക്കാതെ വെച്ച് കഴിയുമ്പം വെള്ളമെല്ലാം ഇതിന്റെ മേലിൽ വരികയും ആ സ്റ്റാർച്ച് എല്ലാം അതിന് താഴെ അടിഞ്ഞു കൂടിയിട്ടുമുണ്ട്. ഇനി ഈ ഒരു വെള്ളം നമുക്ക് കൊണ്ടുവന്ന് കളയുക. അതിനുശേഷം നമുക്ക് അത് സ്റ്റാർച്ച് കൊണ്ടുവരാം. അപ്പൊ ഇതുപോലെയാണ് ആ ഒരു സ്റ്റാർച്ച് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ഒരു പ്രാവശ്യം കൂടെ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് സമയം ഇതേപോലെ അനക്കാതൊന്ന് വെച്ചു കൊടുക്കാം. അപ്പൊ ഫുള്ളായിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 മിനിറ്റ് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ലതുപോലെ മേളിൽ വന്നിട്ടുണ്ട്. ആ സ്റ്റാർച്ച് എല്ലാം താഴെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ വെള്ളം നമുക്കൊന്ന് കളഞ്ഞിട്ട് ആ ഒരു സ്റ്റാർച്ച് മാത്രമായിട്ടൊന്ന് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റാർച്ച് മാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറ്റാർ വാഴയുടെ തണ്ടാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 5 കറ്റാർ വാഴയുടെ തണ്ട് എടുത്തിട്ടുണ്ട്. ഇതിന്റെ കറയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതിനകത്തെ പൾപ്പ് മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് എടുക്കണം. അപ്പൊ നമുക്കൊരു 5 തണ്ടിന്റെയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പൊ ഇതേപോലെയാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അടിച്ച് ഒന്ന് ജ്യൂസ് ആക്കി കൊണ്ടുവരാം. അപ്പൊ ഞാനിത് ജ്യൂസ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കുക. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അതിനുവേണ്ടി സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചു കൊടുക്കുക. അതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറ്റാർ വാഴയുടെ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങിന്റെ സ്റ്റാർച്ച് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പച്ചരിയുടെ സ്റ്റാർച്ചാണ് വേണ്ടത്. അതും കൂടി നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നിർത്താതെ വേണം ഇളക്കി കൊടുക്കേണ്ടത്. കാരണം ഇത് പെട്ടെന്ന് കയറി ഒരു ക്രീം പോലെ ആകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പാത്രത്തിന്റെ ചുവട്ടിൽ ഒരു പക്ഷേ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഫേസ് ക്രീം നല്ലതുപോലെ ക്രീം പരുവത്തിലായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പൊ ഇതിനകത്ത് ആ ഒരു വെള്ളത്തിന്റെ അംശങ്ങളെല്ലാം നല്ലതുപോലെ വറ്റി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അതായത് നല്ല ക്രീമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് അധികം സമയം സ്റ്റൗവിൽ വെക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോ സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. എന്നും രാവിലെ കുളിക്കുന്നതിന് അരമണിക്കൂറിന് മുന്നേ നമ്മുടെ മുഖത്ത് ഇത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. പിന്നീട് ഇത് കഴുകിക്കളയുക. ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു 15 ദിവസം നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫലം തീർച്ചയായിട്ടും മനസ്സിലാകുന്നതാണ്. കൺതടങ്ങളിലുള്ള കറുത്ത നിറവും അതുപോലെ കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത നിറം ഇവയെല്ലാം പരിപൂർണമായി മാറിക്കിട്ടുകയും നമ്മുടെ മുഖത്തിന്റെ ചർമ്മത്തിന് നല്ല നിറവും അതുപോലെ തന്നെ നല്ല മാർദ്ദവും കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ക്രീമാണിത്. വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ക്രീം നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഫലം സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനൊരു ഗ്ലാസിനകത്തേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് വേണം ഇത് ഉപയോഗിക്കേണ്ടത്. കാരണം ഇതിനകത്ത് മറ്റ് കെമിക്കലൊന്നും നമ്മൾ ചേർക്കാത്തത് കൊണ്ട് അധികം കാലം ഇത് കേടുകൂടാതെ ഇരിക്കില്ല. ഫ്രിഡ്ജിലാണെങ്കിൽ തന്നെയും ഒരാഴ്ച കാലം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതനുസരിച്ച് മാത്രം തയ്യാറാക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് മറക്കാതെ ചെയ്യുക. വീണ്ടും